വർഷങ്ങൾക്ക് ശേഷം അയാൾ ഇപ്പോൾ ഇരിക്കുന്നത് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്റെ തൊട്ടരികിലാണ്. ഹമാസുമായി അമേരിക്ക നേരിട്ട് ചർച്ച നടത്തുന്ന അസാധാരണമായ നീക്കത്തിന് പിന്നിൽ നിശബ്ദ സാന്നിധ്യമായി അയാളുണ്ട്. ഫലസ്തീനി ശതകോടീശ്വരനും റിയൽ എസ്റ്റേറ്റ് ഭീമനുമായ ബഷാർ മസ്രിയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. റവാബി എന്ന പേരിൽ വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനിലെ ആദ്യത്തെ പ്ലാൻ നഗരം സ്വന്തമായി പണി കഴിപ്പിച്ചയാളാണ്. ശതകോടികളുടെ ആസ്തിയുള്ള റിയൽ എസ്റ്റേറ്റ്, നിക്ഷേപ, ടെക് കമ്പനികളുടെ അധിപൻ. 2018 ഫോർച്യൂൺ മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ ഏറ്റവും കരുത്തരായ 50 നേതാക്കളുടെ പട്ടികയിൽ മസ്രിയുടെ പേരുമുണ്ടായിരുന്നു. അന്ന് തെല്ലവീവ് വിമാനത്താവളത്തിൽ ഇറങ്ങാനാകാതെ അപമാനിതനായി തിരിച്ചു പോകേണ്ടി വന്നെങ്കിൽ ഇപ്പോൾ അതല്ല സ്ഥിതി. ഇസ്രായേലിൽ ഏറ്റവും പ്രിവിലേജുള്ള ഫലസ്തീനികളിൽ ഒരാളാണ് അയാൾ ഇപ്പോൾ. ബെൻഗുരിയോൻ വിമാനത്താവളത്തിലും വെസ്റ്റ് ബാങ്കിൽ ഉൾപ്പെടെയുള്ള ഏത് സൈനിക ചെക്ക് പോയിന്റുകളിലും ഒരു സുരക്ഷാ പരിശോധനയും ഇല്ലാതെ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അധികാരമുള്ളയാൾ. ഇസ്രായേൽ നേതാക്കളെല്ലാം അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വ്യവസായ പ്രമുഖൻ. ഫലസ്തീൻ വിഷയങ്ങളിൽ ഫലസ്തീൻ അതോറിറ്റിയെ മറികടന്ന് ഇസ്രായേൽ ഭരണകൂടം എപ്പോഴും ചർച്ചയ്ക്ക് ക്ഷണിക്കാറുള്ളത് മസ്രിയെയാണ്. ഗസയിൽ ട്രംപിന്റെ പുതിയ പദ്ധതികൾക്ക് പിന്നിലെ കീ പ്ലെയർ ആണ് ബഷാർ മസ്രി എന്നാണ് ജെറുസലേം പോസ്റ്റ് പറയുന്നത്. ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തിയ ട്രംപിന്റെ ദൂതൻ ആഡം മോഹ്ലറുടെ വിശ്വസ്ത ഉപദേഷ്ടാവിനെ പോലെയാണ് അയാൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ബന്ധചർച്ചകൾക്കടക്കം മാസങ്ങളായി ബോഹ്ലർ ദോഹയിലും കെയ്റോയിലും മറ്റു പശ്ചിമേഷ്യൻ നഗരങ്ങളിലും വന്നും പോയിക്കൊണ്ടിരിക്കുന്നത് മസ്രിയുടെ പ്രൈവറ്റ് ജെറ്റിലാണത്രേ. ആ യാത്രകളിൽ പലപ്പോഴും മസ്രിയെ അനുഗമിക്കാറുണ്ടായിരുന്നുവെന്നും വെളിപ്പെടുത്തുന്നു റിപ്പോർട്ടുകൾ. ഏതൊരു ഫലസ്തീനയുടെയും സിരകളിൽ ഓടുന്ന ചെറുത്തുനിൽപ്പിന്റെ വീറും വീര്യവും അല്പം പോലും അയാളിൽ ഇപ്പോൾ ബാക്കിയില്ല. സാധാരണ ഫലസ്തീനികളെ പോലെ അല്ല താനിപ്പോൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെങ്കിലും ഹൃദയവും ആത്മാവും ഫലസ്തീനാണെന്ന് മസ്രി തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ഒരു റിയൽ എസ്റ്റേറ്റ് വ്യവസായിയുടെ സ്വപ്നങ്ങൾക്കും സമ്പന്നതയ്ക്കും ഉലച്ചിലുണ്ടാക്കുന്ന ഒന്നും തന്നെ അയാൾക്ക് ഇപ്പോൾ ചിന്തിക്കാനാകില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു റിയൽ എസ്റ്റേറ്റ് ഭീമനായ ട്രംപിന് മസ്രിയെ എളുപ്പത്തിൽ ബോധിക്കുന്നതും കൂടെ കൂട്ടുന്നതും. ട്രംപിന്റെ പുതിയ ഗസ റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്ക് പിന്നിലും പ്രധാന റോളിൽ ഈ ഫലസ്തീനി വ്യവസായി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നമ്മൾക്കൊരു നഗരം നിർമ്മിക്കാമെങ്കിൽ ഒരു രാഷ്ട്രവും നിർമ്മിക്കാമെന്നാണ് ഒരിക്കൽ ബഷാർ മസ്രി തന്നെ മനസ്സ് തുറന്നത്. ട്രംപ് പറയുന്ന ആ മിഡിൽ ഈസ്റ്റ് റിവിയറെ യാഥാർത്ഥ്യമാക്കുന്നത് ബഷാർ മസ്രി ആകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. മസ്രി ഒരു സാധാരണ ബിസിനസ്സുകാരനല്ല. UN സെക്രട്ടറി ജനറൽ ആയിരുന്ന ബാൻ കി മൂൺ മുതൽ മുൻ US വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറി വരെയുള്ള ലോക നേതാക്കളെ നിരന്തരം കാണുകയും സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്നയാളാണ്. പശ്ചിമേഷ്യയിലെ ഏറ്റവും കരുത്തുള്ള വ്യവസായികളിൽ ഒരാൾ. വെസ്റ്റ് ബാങ്കിലെ റാമല്ലയ്ക്കടുത്ത് ആളൊഴിഞ്ഞിരുന്ന ഒരു കുന്നിൻ പ്രദേശം മോഹിപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അത്യാധുനിക നഗരമാക്കി അയാൾ മാറ്റിയെടുത്തത് ആ പിൻബലത്തിലാണ്. $1.2 ബില്യൺ ചെലവിലാണ് ഖത്തരി ദിയാർ എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയുമായി ചേർന്ന് ആ വമ്പൻ പ്രൊജക്ട് അദ്ദേഹം യാഥാർത്ഥ്യമാക്കുന്നത്. 40,000-ഓളം ഫലസ്തീനികൾക്കുള്ള പാർപ്പിടവും 10,000-കൾക്കുള്ള തൊഴിലവസരവുമാണ് ആ നഗരത്തിലൂടെ മസ്രി വാഗ്ദാനം ചെയ്തിരുന്നത്. മൊറോക്കോയിലും ലിബിയയിലും സൗദിയിലും ഈജിപ്തിലും ലണ്ടനിലും വാഷിംഗ്ടണിലുമെല്ലാം റിയൽ എസ്റ്റേറ്റ് ഡീലുകളുമായി തുടങ്ങിയതാണ്. മസ്റ്റാർ ഇന്റർനാഷണൽ, ബൈത്തി റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി, സിറാജ് ഫണ്ട് എന്നിങ്ങനെ ആഗോളതലത്തിൽ പടർന്നു കിടക്കുകയാണ് ബഷാർ മസ്രിയുടെ ബിസിനസ് സാമ്രാജ്യം. 2000-ന്റെ തുടക്കത്തിൽ തന്നെ റവാബി സിറ്റി സ്വപ്നങ്ങൾക്ക് തുടക്കമിട്ടെങ്കിലും രണ്ടാം ഇന്തിഫാദയിൽ തട്ടി അത് മുടങ്ങി. ഒടുവിൽ 2011-ലാണ് പദ്ധതിക്ക് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്നത്. 2014 ആകുമ്പോഴേക്കും നഗരം ഏറെക്കുറെ പൂർണ്ണ സജ്ജമാവുകയും ചെയ്തു. ഫലസ്തീനി സംഘടനകളുടെയും നാട്ടുകാരുടെയും ശക്തമായ എതിർപ്പും ബഹിഷ്കരണങ്ങളും എല്ലാം മറികടന്നാണ് മസ്രി റവാബി പ്രൊജക്ട് യാഥാർത്ഥ്യമാക്കുന്നത്. അതിനയാളെ ഏറ്റവും കൂടുതൽ സഹായിച്ചതാകട്ടെ ഇസ്രായേൽ ഭരണകൂടവും സൈന്യവും. പദ്ധതിയുടെ ഓരോ ഘട്ടത്തിലും ഇസ്രായേൽ നേതാക്കൾ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഇതിനിടയിൽ ഫലസ്തീനിലെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇസ്രായേൽ നേതാക്കൾ മസ്രിയെ നിരന്തരം കണ്ടുകൊണ്ടിരുന്നു. 2019 അന്നത്തെ ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ അവിവ് കൊച്ചാവിയാണ് അദ്ദേഹത്തെ കാണാൻ നേരിട്ടെത്തിയത്. റാമല്ലയിൽ നടന്ന കൂടിക്കാഴ്ച വലിയ കോലാഹലങ്ങൾക്കാണ് ഇടയാക്കിയത്. ഇസ്രായേൽ നേതാക്കളുമായി മസ്രി ആദ്യമായി നടത്തുന്ന പരസ്യ ചർച്ചയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഫലസ്തീൻ സംഘടനകൾക്കിടയിൽ നിന്നും ജനങ്ങളിൽ നിന്നും വലിയ പ്രതിഷേധം നേരിട്ടു. മഹ്മൂദ് അബ്ബാസിന് ശേഷമുള്ള ഭാവി ഫലസ്തീനെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു അത്രേ അന്ന് നടന്നത്. നൂറ്റാണ്ടിന്റെ ഇടപാടെന്നും ആ കൂടിക്കാഴ്ചയെ പലരും പരിചയപ്പെടുത്തിയിരുന്നു. 64-കാരനായ ബഷാർ മസ്രി ഇപ്പോൾ ഫലസ്തീനിലെ ഒരു രാഷ്ട്രീയ കക്ഷികളുമായും അത്ര നല്ല ബന്ധത്തിലല്ല. ഹമാസുമായോ ഫലസ്തീൻ അതോറിറ്റിയുമായോ ഒരു തരത്തിലുള്ള നീക്കുപോക്കുകൾക്കും അയാളില്ല. ജന്മനാടായ നാബ്ലുസിൽ വലിയൊരു ബംഗ്ലാവ് ഉണ്ടെങ്കിലും അമേരിക്കയിലും ബ്രസീലിലും ഒക്കെയാണ് താമസം. അമേരിക്കയിൽ പൗരത്വമുണ്ട്. വൈറ്റ് ഹൗസിൽ ഏറ്റവും സ്വാധീനവും സ്വീകാര്യതയുമുള്ള ഫലസ്തീൻ നേതാവ് കൂടിയാണ് ഇന്ന് മസ്രി.